ഭാഗ്യമുള്ളവർ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആകത്തില്ല. കാരണം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു മുൾക്കിരീടമാണ്. നിങ്ങൾക്കറിയാം, കേരളത്തിൻ്റെ ഖജനാവിൽ പൂച്ച പറ്റി കിടക്കുകയാണ്. ഓക്കെ, അത് മാത്രമല്ല, ഇപ്പോൾ ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ആഗസ്റ്റൊക്കെ ആകുമ്പോഴത്തേക്ക് മിക്കവാറും ഈ പൂച്ച പറ്റി കിടക്കുന്ന കേരളത്തിൻ്റെ ഖജനാവിൽ ആന പ്രസവിക്കും. ഓക്കെ, മിക്കവാറും ഈ ഓണത്തിന് സർക്കാരിന് ഉദ്യോഗസ്ഥന്മാർക്ക് ശമ്പളം കൊടുക്കാൻ പറ്റത്തില്ല, മാത്രമല്ല ബോണസും കൊടുക്കാൻ പറ്റത്തില്ല. മിക്കവാറും ക്ഷേമ പെൻഷനൊക്കെ വെച്ച് താങ്ങി എല്ലാവർക്കും കൊടുക്കാമെന്നൊക്കെ പറയുന്നുണ്ട്, ഒരുപാട് കാശ്. പക്ഷേ അതെല്ലാം തന്നെ സർക്കാരിനെ കൊണ്ട് സാധിക്കില്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഭാഗ്യമുള്ളവർ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആവത്തില്ല. ഇപ്പോൾ വി ഡി സതീശൻ മുഖ്യമന്ത്രി ആവുമെന്നും പിണറായി വിജയൻ മുഖ്യമന്ത്രി ആവുമെന്നും പലരും പല ഡയമെൻഷനിൽ പല രീതിയിൽ പറഞ്ഞു വെക്കുകയാണ്. ചില ജ്യോത്സ്യന്മാരൊക്കെ വെച്ച് താങ്ങിയിട്ടുണ്ട് വി ഡി സതീശന് ഭാഗ്യ കാലമാണ് മുഖ്യമന്ത്രി ആവുമെന്ന്. പക്ഷേ അജ്ഞാതം പറയുന്ന ഇതാണ്, വി ഡി സതീശന് ഭാഗ്യമുണ്ടെങ്കിൽ അങ്ങനെ മുഖ്യമന്ത്രി ആകത്തില്ല. കാരണം അതൊരു മുൾക്കിരീടമാണ്. അതായത് ഇപ്പോൾ പുതിയ സാമ്പത്തിക വർഷം തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ കടമെടുക്കാം കേരള ഗവൺമെൻറ്റിന്. പക്ഷേ ഏതാണ്ട് 40,000 കോടിയോളം എങ്ങാണ്ടേ കടമെടുക്കാൻ ഒക്കത്തുള്ളൂ. അതെല്ലാം തന്നെ കടമെടുത്ത് തീർന്ന് ഏതാണ്ട് ഓഗസ്റ്റൊക്കെ ആകുമ്പോഴത്തേക്ക് കംപ്ലീറ്റ് കേരളത്തിൻ്റെ ഖജനാവിൽ ആന പ്രസവിക്കും. ആന കുട്ടിയ മേഞ്ഞ് നടക്കും ഖജനാവിലൂടെ. അപ്പോൾ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സർക്കാരിന് ശമ്പളം കൊടുക്കാൻ പൈസ ഇല്ലാത്ത കാലം വരുമ്പോൾ തീർച്ചയായിട്ടും കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനം ഒരു മുൾക്കിരീടമാവും. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വി ഡി സതീശന് ഭാഗ്യമുണ്ടെങ്കിൽ അദ്ദേഹം വനവാസത്തിന് പോകും. കാരണം കേരള മുഖ്യമന്ത്രി ആയിരിക്കുന്നതിനെക്കാട്ടിലും നല്ലത് വനവാസത്തിന് പോകുന്നതാണ്. അപ്പോൾ അതാണ് സംഭവം. അജ്ഞാതൻ പറയുന്നു, ഭാഗ്യമുള്ളവർ, അത് പിണറായി ആയാലും രമേശ് ചെന്നിത്തല ആയാലും വി ഡി സതീശനായാലും, അവർക്ക് ഭാഗ്യമുണ്ടെങ്കിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആവാൻ പറ്റത്തില്ല. ഭാഗ്യമുണ്ടെങ്കിൽ അതിനേക്കാൾ നല്ലത് തീർച്ചയായിട്ടും വനവാസം തന്നെയാണ്. അത് മിക്കവാറും ഭാഗ്യമുള്ളവർ വനവാസത്തിന് പോവും, നിർഭാഗ്യവന്മാർ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാവും. അപ്പോൾ ശമ്പളം കൊടുക്കാൻ പറ്റാത്ത അവസ്ഥ വന്നു കഴിഞ്ഞാൽ കേരളം പതുക്കെ 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 പട്ടിണിയാവും. അതല്ലാതെ തന്നെ ഡീസലും പെട്രോളും ഒന്നും കിട്ടാത്ത ഒരവസ്ഥയിലേക്ക് വരികയാണ്. അപ്പോൾ ഡീസലും പെട്രോളും ഇല്ലാതാവുമ്പോൾ കേരളത്തിലേക്ക് ഭക്ഷ്യധാന്യങ്ങൾ വരുന്ന ലോറികൾ വരത്തില്ല. അപ്പോൾ ഭക്ഷ്യക്ഷാമം ഉണ്ടാവും. പണം ഉണ്ടെങ്കിൽ പോലും ഒരു മണി അരി വാങ്ങാൻ കിട്ടാത്ത അവസ്ഥയിലാവും. ആ കാലത്ത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആയിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുൾക്കിരീടം തന്നെയാണ്. അപ്പോൾ വീണ്ടും വീണ്ടും ആവർത്തിച്ച് അജ്ഞാതൻ പറയുന്നു, ഭാഗ്യമുള്ളവർ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആവത്തില്ല. ഭാഗ്യമുള്ളവർ വനവാസത്തിന് പോകും. അതായത് കേരളത്തിൽ ഭക്ഷ്യക്ഷാമം വരും. കാരണം റഷ്യ ക്രൂഡ് ഓയിൽ നിർത്തി, ക്രൂഡ് ഓയിലിൻ്റെ എക്സ്പോർട്ട് നിർത്തി, ഗ്യാസും കിട്ടത്തില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കയ്യിൽ പണം ഉണ്ടെങ്കിലും ആഹാര സാധനങ്ങൾ സൂപ്പർ മാർക്കറ്റിലും ഇല്ലാതാവും, ഹോട്ടലുകളിൽ കുക്കിംഗ് ഗ്യാസ് ഇല്ലാത്ത അവസ്ഥയിൽ അവരും പൂട്ടും. അങ്ങനെ ആഹാരത്തിന് വേണ്ടി
അലഞ്ഞു നടക്കുന്ന ഒരു ജനതയുടെ മുമ്പിൽ മുഖ്യമന്ത്രിയായിട്ടിരിക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല, മുൾക്കിരീടം തന്നെയാണ്. ശ്രീലങ്കയിലും നേപ്പാളിലുമൊക്കെ മന്ത്രിമാർ റോഡിലിട്ട് ജനങ്ങൾ കൈകാര്യം ചെയ്ത വീഡിയോ വരെ ഉണ്ട്. അതൊക്കെ കാണുക. അതുകൊണ്ട് ഭാഗ്യമുള്ളവർ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആവില്ല, പകരം ഭാഗ്യമുള്ളവർ വനവാസത്തിന് പോകും. ഓക്കെ.